ഇന്ന് ഏപ്രിൽ 1, 2025. ശരത്ത് കാനഡയ്ക്ക് പോകുന്ന ദിവസം. ഞാൻ ശരത്തിനെ കാണാൻ വേണ്ടി കെമ്പഗോഡ എയർപോർട്ടിലേക്ക് പോവാണ്. അതും ശരത്ത് ഉച്ചയ്ക്ക് വരുമ്പോൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവനും ഇസാക്കിനുള്ള ഫുഡും വാങ്ങിയിട്ടാണ് പോകുന്നത്. നല്ല നാടൻ ബിരിയാണി, അടിപൊളി ടേസ്റ്റ്. റോഡ് സൈഡിൽ നിന്ന് കഴിക്കാനും കണ്ടോ? കണ്ടോ, ഞാൻ നിനക്ക് വേണ്ടി പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് വന്നേ. ആരെങ്കിലും പാർസൽ പ്ലേറ്റ് എടുത്തിട്ട് വരും. ഇത് അതും കൂടെ ചെയ്തു സ്നേഹം. അപ്പൊ നമ്മുടെ ശരത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്. ഇനി ഈ വീഡിയോ എടുക്കാൻ ഒരു റീസൺ ഉണ്ട് കേട്ടോ. കാരണം ഇത് ഒരു അൺപ്ലാൻഡ് അല്ലായിരുന്നു, ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നു. പക്ഷെ ശരത്ത് ബാംഗ്ലൂരിലേക്ക് വരികയെന്ന് കേട്ടപ്പോൾ പിന്നെ അതൊരു വൈബ് ആക്കണല്ലോ. അങ്ങനെ ഞങ്ങള് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇസാക്ക്, ഈ വീഡിയോ എടുക്കുന്ന ഇസാക്കിനും ശരത്തിനും നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നേ. അതേപോലെ തലശ്ശേരി ബിരിയാണി. അതെ, അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ശരത്ത് കാനഡയ്ക്ക് പോവാണ് ഇന്ന്. നാളത്തെ എപ്പോൾ കഴിഞ്ഞാൽ എപ്പോഴും എത്തുക? 1-2 വർഷത്തിനുള്ളിൽ എത്തുകയും. അതല്ലടാ, നാളെ എപ്പോഴെത്തുക? നാളെ ഞാൻ എത്തുന്ന കാര്യമാണ്. നാളെ എത്തുന്നത് 2-ാം തീയതി വെളുപ്പിനാവും അവിടത്തെ. ഇവിടത്തെ സമയം എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഉച്ച സമയത്തായിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞ വിഷമമുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കുറച്ച് അസൂയല്ല, നല്ല സ്നേഹമുണ്ട്, പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അടിപൊളിയാണ്. കാരണം നമ്മളെ അങ്ങനെ നിന്നിട്ട് അല്ലേ. പിന്നെ ഒരു കാര്യം, ഞാനും ഇസാക്കും മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. റെസ്പോൺസിബിലിറ്റി ഫാമിലീസിനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. മൈസൂർ വരെ അവരെ ഉണ്ടാക്കിയിട്ട് ഫ്ലൈ ബസ്സിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പം ഇവിടെ എത്താനായപ്പം ഗൗതമനൊന്ന് വിളിച്ചു നോക്കിയപ്പം പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ കാണാനൊന്നും കരുതിയിട്ട്. പക്ഷെ വിളിച്ച സമയത്ത് അവൻ തൊട്ടടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. പറഞ്ഞ ഗ്യാപ്പിൽ ചെറിയൊരു മിനിറ്റ് കൊണ്ട് അവനോട് തലശ്ശേരി ബിരിയാണിയൊക്കെ സെറ്റാക്കി. അടിപൊളിയായിരുന്നു. കാരണം നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ബിരിയാണി കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഈ വീഡിയോ എടുക്കാൻ ഒരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു മെമ്മറിയാണ്. ഇതിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇനി തിരിച്ച് കിട്ടാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മെമ്മറിയാണ്. ഹായ് ഗൈസ്, ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് സത്യത്തിൽ പ്ലാൻഡ് അല്ല, അൺപ്ലാൻഡ് ആണ് കംപ്ലീറ്റ്ലി. ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് അൺപ്ലാൻഡ് ആണ്. ഞാനിങ്ങനെ തിങ്ക് ചെയ്തു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യണം, എവറി ഡേ വ്ളോഗ് ഇടണം. പക്ഷേ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആണെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശരത്ത് കാനഡയ്ക്ക് പോകുന്നത്. അതായത് ഇന്ന് ഏപ്രിൽ 1, 2005. ഒരു 12:30 സമയമായിട്ടുണ്ട്. ഇന്ന് ഏപ്രിൽ 1 ആണ്. അതേപോലെ തന്നെ ഏപ്രിൽ ഫൂൾ ആണ്. ബട്ട് ശരത്ത് റീലാണ്. എടാ, അത് ഫൂളാക്കാൻ വേണ്ടിട്ട് 1-ാം തീയതി ആയി എന്നുള്ളതല്ലേ പറഞ്ഞേ. ഒന്നുകൂടെ ഇല്ല, കട്ട് ചെയ്യണ്ട. അപ്പൊ എന്റെ ഈ ഒരു വ്ളോഗ് ഞാൻ എന്റെ ബർത്ത്ഡേ ഏപ്രിൽ 21-നാണ്. അപ്പൊ 21-ാം തീയതി ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരത്തിന്റെ ടൈമിംഗ് വന്നത്. അത് ഏപ്രിൽ 1. ഓക്കെ, ഏപ്രിൽ 1 ഇപ്പൊ 12:30 ആയിട്ടുണ്ടല്ലോ സമയം. 12:30 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് മുതൽ ഒരു സ്പെഷ്യൽ ഡേ അല്ലേ, നമ്മുടെ ഒരു കൂട്ടുകാരൻ പോവാണ്. അപ്പൊ ഇതൊന്നൊരു സ്പെഷ്യൽ ഡേ ആക്കാം. ഇവനൊരു ഓർമ്മ, നമുക്കൊരു ഓർമ്മ, ഈ കാണുന്ന നിങ്ങൾക്കൊരു ഓർമ്മ. സോ അപ്പോൾ ഞാൻ ഇന്ന് മുതൽ എൻ്റെ ഡെയിലി വ്ളോഗ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഞാൻ കറൻറ്റ്ലി ബാംഗ്ലൂരും പിന്നെ നമ്മൾ കേരളത്തിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഇനി മുതൽ അങ്ങോട്ട് ഇടുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് ഓഫ് നൗ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലേക്ക് മാറും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ശരത്തിനെയും ഫോളോ ചെയ്യുക. ചുമ്മാ ഇരിക്കട്ടെ. തലപ്പുറത്ത് കൈ തമ്പ്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ നാട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും, എന്നെ ബിരിയാണി കൊണ്ടുവന്ന എന്റെ ഗൗതം തൂസിനും പിന്നെ എന്റെ ചങ്ക് ബ്രോ ഇസാക്കിനും എല്ലാവർക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നതാണ്. ഇനി വരുമ്പോ ഈ കോല എല്ലാവർക്കും ഇല്ല ഉണ്ടാവുക. ഇനി അംബാനി മോഡ്. ഏത് വൈബ്? അംബാനി വൈബ്. ആള് ഫുള്ള് മാറിയിട്ടുണ്ടാവില്ലേ ശരത്ത? നീ ഒരുപാട് മാറിയിട്ടുണ്ടാവും. കാരണം അവിടെ പാത്രം കഴുകി ക്ഷീണിക്കുമ്പോ മുഖമൊക്കെ മാറും. ഏത് പണിയാ കിട്ടുന്ന പറയാൻ പറ്റില്ലല്ലോ. അടിയിലാക്കി സംസാരിക്കല്ലേ. ഞാൻ അംബാനിയായിട്ട് തിരിച്ചു വരാനുള്ള പരിപാടി തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ പെൻസിൽ തിരിച്ചു പോകുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ശരത്തെ? നിനക്ക്
എക്സൈറ്റ്മെന്റ് ലൈക്ക് നീ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ടായിരുന്നു? എക്സൈറ്റ്മെന്റ് അല്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട് വിട്ടു പോകാനും വീട്ടുകാര് പെട്ടെന്ന് ഇങ്ങനെ വീട് വിട്ടു പോകുന്നതിന്റെ ഒരു വിഷമമുണ്ട് മൊത്തത്തിൽ ആൾക്കാരൊക്കെ. വേറെ കാര്യം വെച്ചാൽ ശ്രുതി അവിടെ പാവം ഒറ്റയ്ക്കല്ലേ. അതാണ്, അതുകൊണ്ടൊരു സംഭവം കൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. സ്നേഹനിധിയായ ഒരു ഭാര്യ അവിടെ കാത്തിരിപ്പുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ അവള് കാനഡയ്ക്ക് പോയി. തിരിച്ചു പോയിട്ട് നമ്മളെ പ്രണയിനിയെ കാണാൻ വേണ്ടിട്ട് പോയല്ലേ പറ്റുള്ളൂ. അതെ, അതുകൊണ്ട് പോന്നു. ഓക്കെ, അല്ലാതെ കടണ്ടായിട്ടല്ല. അതിന്റെ ആവശ്യമില്ല. ശരി, ഇതിലൊക്കെ സംസാരിക്കാൻ വേണ്ടി അടുത്ത് പോവാണ്. ബൈ ബൈ. പോവാണ്. എന്ത് തോന്നുന്നു? നാടും വീടും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാരും മിസ് ചെയ്യും. ഓക്കെ, അല്ലേ? ശരി, എല്ലാരും മിസ് ചെയ്യുന്നു. ഇസാക്കിന് എന്താ പറയാനുള്ള? ഇസാക്ക് പറയണ്ട. നീ വഴി പോ. ഓക്കെ, വണ്ടിയിരിക്കുകയാണ്. അപ്പൊ ശരത്ത് പോവോ? വിളിക്കും, മര്യാദക്ക് പോകണത്തോളാം. പിന്നെ ശരത്ത് അവിടെ നിന്ന് മഞ്ഞൊക്കെ വീഡിയോ കോൾ ചെയ്തി. വീഡിയോ കോൾ ഇല്ലേ? വീഡിയോ കോൾ ഉറപ്പായിട്ട്. അങ്ങനെ ശരത്തിൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ശരത്ത് കംപ്ലീറ്റ് ആയിട്ട് സ്വിച്ച് ചെയ്തു ടു കാനഡ. അവൻ്റെ ലൈഫ് സ്റ്റൈൽ എല്ലാം ചേഞ്ച് ആവട്ടെ, സൂപ്പർ ആവട്ടെ, ലൈഫിൽ സൂപ്പർ അടിപൊളി ആവട്ടെ. അതേപോലെ തന്നെ അവൻ ഈ പോകുന്ന ഒരു മൊമെൻറ്റിൽ സത്യം പറയല്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഇസാക്കിന് ഭയങ്കര വിഷമമായിരുന്നു. ഇസാക്കിന് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ശരത്ത് കാനഡയ്ക്ക് പോയി. സോ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് ഓൺ ദ വേ ആണ്. സോ ഗൈസ്, എൻ്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇനി എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എൻ്റെ ലൈവ് സ്റ്റോറി, ലൈവ് വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. താങ്ക്